carrying house in my head എന്ന് പറയുന്ന ഒരു യൂസേജിനെ ഉള്ള കളിയാക്കലാണ്. Wherever I go, I take my house in my head. ഇതൊക്കെ എന്തിനു ഇവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഗ്രാമർ മിസ്റ്റേക്കോ ഒന്നുമില്ല. I take my house in my head. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പിന്നെ ഞാൻ പറഞ്ഞ ചില പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ മാത്രം അവരിങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടില്ല, വളർന്നിട്ടില്ല. അതാണ്. എന്റെ മുന്നോ എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാറ് പൊട്ടിപ്പോ. ഇങ്ങനൊരു ട്രോളും വിവാദവും ഒക്കെ ഉണ്ടാവാൻ കാരണം ഇതിൽ എന്താണെന്നാ ടീച്ചർ വിചാരിക്കുന്നത്? എന്താ കാര്യം? വിവരമില്ല, ഉയരമില്ല. അതില് പൊള്ളിക്കുന്ന രാഷ്ട്രീയമുണ്ട്. അത് തന്നെയാണ് അത് ഈ രീതിയില് കളിയാക്കപ്പെടുന്നത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ തീരെ പറയുള്ളൂ. കാരണം നമ്മുടെ സ്ഥിത വ്യവസ്ഥക്കകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരെ നാനാമുഖമായിട്ടുള്ള വിവേചനങ്ങളും അവരുടെ വിനിഷ്ടപ്പെട്ട ജീവിതവും എല്ലാം തന്നെ ആ ഒരു കൊച്ചു വാചകത്തിലുണ്ട്. Wherever I go, I take my house in my head. അതുകൊണ്ടാണല്ലോ ചിന്തിക്കുന്ന സ്ത്രീകളെല്ലാം അതിന് പിന്നിൽ ഒറ്റക്കെട്ടായിട്ടാണ് അണിനിരുന്നത്. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. അപ്പൊ ചിലര് പറയുന്നു ഹോം ഫാമിലി എന്നൊക്കെയല്ല ഉപയോഗിക്കേണ്ടത്. അതല്ല എന്റെ ലക്ഷ്യം. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ഞാൻ വളരെ കൃത്യമായിട്ട് ആ ഫിസിക്കൽ സ്ട്രക്ചർ, സ്ത്രീയെ കൺഫൈൻ ചെയ്യുന്ന കൺഫൈൻമെന്റിന്റെ എൻട്രാപ്മെന്റിന്റെ ആ ഫിസിക്കൽ സ്ട്രക്ചറിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പുതിയ അറിവാണല്ലോ, നമ്മുടെ കാരണന്മാരൊന്നും പറഞ്ഞു തരില്ല. അതിൽ നിന്ന് വിമോചിക്കപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ശരിയാ. എന്ത് ശരി? ടീച്ചറെ പോലെ ഇത്രയും കാലം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഒരു സാമൂഹ്യ പ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തകയൊക്കെ ആയിട്ട് നിൽക്കുന്ന, എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ. അങ്ങനെ ഒരാൾ, അതായത് വളരെ ചെറുപ്പം തൊട്ടേ സ്വന്തം സ്പേസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്താ എന്റെ ഉദ്ദേശം? ടീച്ചർക്ക് ഇപ്പോഴും ആ സ്ട്രക്ചർ, ഇതിനെ ഈ പറയണ നമ്മുടെ ഈ സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ലേ? അതായത് മറ്റേ ഇതില്ലടാ, ഇതോ ഞാൻ മേയറായിരിക്കുമ്പോൾ എനിക്ക് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ബോഡി ഷെയ്മിങ് നടത്തുക, ഊമക്കത്തുകൾ അയക്കുക, തെറികൾ വിളിച്ച് എഴുതിക്കൊണ്ടുള്ള കത്തുകൾ അയക്കുക. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നമ്മളൊരു ഭാഷയിൽ ഗവേഷണം പൂർത്തിയാക്കി ഒരു PhD സ്വന്തമാക്കിയ ശേഷം നമുക്ക് ആ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഈ വിമർശനത്തെ ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.